ഹലോ, അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് താലപ്പൊലി വരുന്ന ആ ഒരു ഭാഗങ്ങൾ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ട്. എന്തായാലും അതിൻ്റെ ബാലൻസ് പോർഷൻ ആട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ എന്തായാലും അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുന്ന് വെച്ചിട്ടുള്ള ഒരു തേരാട്ടം. എന്തായാലും ആ തേരിലുള്ള ഒരു പൂമാലയിലൊക്കെ നോക്കിയിട്ട് താവണിക്കുട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുത്തപ്പ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഇവിടെ വിഷ്ണു അമ്പലത്തിലേക്ക് അവർ നടന്നാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കൊട്ടും മേളത്തിൻ്റെയൊക്കെ അകമ്പടിയോട് കൂടിയിട്ട് അവർ നടന്ന് ക്ഷീണിച്ച് വന്നുകൊണ്ടിരുന്നതാണ് നമ്മൾ അവർക്ക് വന്ന കഴിക്കുക. നമ്മുടെ അവിൽ നനച്ചതും അതേപോലെ തന്നെ മോരും വെള്ളം കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാണ് നമ്മുടെ ഈ ഒരു പായസം നമ്മൾ നിവേദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതായത് നിവേദിക്കണം. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതായത് നമ്മൾ പടക്കിയിട്ടുള്ള ഒരു പ്രസാദം കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഉത്സവം പ്രമാണിച്ച് നമ്മൾ 2 കൊല നേരത്തെ തന്നെ പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു കൊലയുടെ കളർ കുറച്ചൊന്നും ചേഞ്ച് ആയിട്ടുണ്ട്. അത് വേറെ കേട്ടോ, നല്ല ചൂടുമാണ്. അതേപോലെ തന്നെ ആ ഒരു കൊല നമ്മൾ പെട്ടെന്ന് പഴുത്ത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ നമ്മൾ വെട്ടി വെച്ചിട്ട് എന്തായാലും വെട്ടി നമ്മളത് നിവേദ്യപ്പരയിൽ വെച്ചപ്പോഴത്തേക്കും നിവേദ്യപ്പര എന്ന് പറയുമ്പോൾ ഒരു മേൽഭാഗം ഫുള്ള് ഷീറ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഴുത്തു കിട്ടും. ഒരുപാട് ഡേയ്സ് ഒന്നും നിന്നില്ല. അതുകൊണ്ട് അടിപൊളി കളറിലേക്ക് മാറിയിട്ടുള്ളത്. പക്ഷേ നല്ല അടിപൊളി പഴയട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ പ്രത്യേക മണമൊക്കെയാണ്. പിന്നെ നമ്മുടെ പൂ കെട്ടുന്ന ചേച്ചിമാരാണെങ്കിൽ അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ പൂക്കെട്ടലിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ പരിപാടിക്കായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ പൂക്കൾ ആവശ്യം. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ മോരും വെള്ളമൊക്കെ നന്നായിട്ട് നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് അടവ് വരുത്താനാവുന്നതിൻ്റെ ആ ടൈമിലാണ് നമ്മൾ ഐസായിട്ട് കൊണ്ടിട്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടിട്ട് ഈ ഒരു ചൂടത്ത് മോരും വെള്ളത്തിനായാലും. പിന്നെ നമ്മുടെ പൂ കെട്ടുന്ന ചേച്ചിമാരെ കണ്ടത് നമ്മുടെ ആൺകുട്ടിക്ക് പൂ വേണം എന്ന് പറഞ്ഞത് അവർ കാര്യമായിട്ട് ആൾക്ക് പൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ എടുത്തിട്ട് പോകുന്നത് വെള്ളമാട്ടോ. അതായത് നല്ല തെളിഞ്ഞ നീരിറവിൽ നിന്ന് വരുന്നൊരു വെള്ളമാട്ടോ. നമ്മൾ 2 ദിവസം മുന്നായിട്ട് വേറൊരു കുളം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ 2 ദിവസം മുന്നേ ശരിയാക്കിയിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു ശരിയാക്കിയതിൻ്റെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉറവിൽ നിന്ന് വെള്ളം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പരിപാടി ആയപ്പോഴത്തേക്കും കുടം നിറച്ച് വെള്ളത്തിൻ്റെ അത്രയും സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ആയാലും പിന്നെ ആ കുടത്തിൽ വെള്ളമൊക്കെ എടുത്തതിന് ശേഷം ആ കുടങ്ങളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരെടുക്കുന്ന ഓരോ കുടത്തിലും ഓരോ സംഭവങ്ങളായിരിക്കും. അതായത് ഒന്നിൽ പാലാണെങ്കിൽ ഒന്നിൽ മഞ്ഞൾ, അങ്ങനെ ഓരോന്നിലും ഓരോ വിശിഷ്ട സാധനങ്ങൾ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ അപ്പോൾ ഈ നിറച്ച് വെച്ചിട്ടുള്ള അതിനെ അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുള്ള കുടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു മഞ്ഞയും അതേപോലെ തന്നെ റെഡ് കളറുള്ള സാരി എടുത്ത ചേച്ചിമാരാണ്. അപ്പോൾ അവരായാലും ഒത്തിരി നാളെ വ്രതശുദ്ധിയോട് കൂടിയുള്ള നോയമ്പിന് ശേഷമാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. കഴുത്തിൽ മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന പിള്ളേരെ കണ്ടപ്പോൾ അവരാട്ടോ കാവടി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കാവടിയും അതേപോലെ തന്നെ മഞ്ഞൾ, കുങ്കുമം, ചന്ദനം, അതേപോലെ പാല ഇതെല്ലാം നിറച്ച് അലങ്കരിച്ച് വെച്ചിട്ടുള്ള കുടങ്ങളും പിന്നെ അവർ വരുന്ന കൊടുത്തുള്ള ഒരു പേരുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ആയിട്ടാട്ടോ അവർ തിരിച്ച് താലപ്പൊലി നേരെ നമ്മുടെ അപ്പത്തിൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത്. കുറച്ചധികം നേരത്തെ ഇവിടുത്തെ പരിപാടിക്ക് ശേഷം അവിടുത്തെ നേരിന് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇനി അമ്പലത്തിൽ കയറി ചെറിയൊരു പൂജയും അതേപോലെ തന്നെ അമ്പലത്തിന് ചുറ്റും ഒന്ന് വലം വെച്ചതിന് ശേഷം കുറച്ച് നേരം അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊട്ടിട്ടോ. അതിന് ശേഷമാണ് അവർ നേരെ റൂട്ടിലേക്ക് കയറി. പിന്നെ ഈ എടുക്കുന്ന ഓരോ കുടങ്ങളും ഓരോരുത്തരുടെയും വിശ്വാസം അതേപോലെ തന്നെ ഓരോരുത്തരുടെയും നേർച്ചയും കൂടി ആട്ടോ. അങ്ങനത്തെ കുടങ്ങളൊക്കെ അമ്പലത്തിലേക്ക് കയറുന്നുണ്ട്.
അങ്ങനെ ഇവിടെ നമ്മുടെ അമ്പലത്തിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവരിത് ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ടും കാൽനടയായിട്ട് തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഒരു ഏകദേശം 2 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വിഷ്ണു അമ്പലത്തിൽ നിന്ന് അങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ. പിന്നെ ഈ ഒരു കൊട്ടും മേളവും അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു 2 കിലോമീറ്റർ ഒരുപാട് ദൂരമായിട്ട് അങ്ങനെ തോന്നാറില്ല. കാരണം എല്ലാവരും കൂടി ഒന്ന് പെട്ടെന്ന് ഫീലാണ്. അതുപോലെ തന്നെ ഒരു 6 മണിക്ക് അമ്പലത്തിലേക്ക് കയറാൻ പാകത്തിനാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ വൈകുന്നേരം വെയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താന്നതിന് ശേഷമാട്ടോ നമ്മൾ പോകുന്നത്. കൊണ്ട് നടന്നാലും നമുക്കങ്ങനെ മടുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വെയിലിൻ്റെ ആ ഒരു കുത്തലെല്ലാം നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ നമുക്ക് ഉച്ചത്തെ ഒരു വെയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അത്രയും നല്ല പൊള്ളുന്നൊരു വെയിലാണല്ലോ. അങ്ങനത്തെ എല്ലാവരും റോട്ടിൽ കയറി. പിന്നെന്താ റോട്ടിൽ കയറിയിട്ടാലും ഒരുപാട് നേരം കുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം ചെണ്ടെല്ലാം കൂട്ടിയാൽ ചെണ്ട കിട്ടുന്ന താമരക്കിട്ടേ അല്ലാതെ അവിടെ നിന്ന് താളം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ കുറേ പടക്കമൊക്കെ പിടിച്ചിട്ട് നമ്മൾ നേരെ തട്ടുന്നു. നടക്കാൻ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെള്ളമെല്ലാം കരുതിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോരും വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ല തണുപ്പോട് കൂടി നമ്മൾ വണ്ടിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ പോകുന്ന വഴിക്ക് ഫുള്ള് നമ്മൾ കൊട്ടിക്കൊട്ടിയിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെണ്ട ചൂടാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതാ പോകുന്ന വഴിക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതേപോലെ കുറച്ച് ചപ്പും കരിയിലൊക്കെ കൂട്ടിയിട്ടതിന് ശേഷം ചെണ്ട എടുത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ചെണ്ട നന്നായിട്ട് എത്രത്തോളം ചൂടാക്കുന്നു അതിനനുസരിച്ച് നല്ല രീതിയിൽ നല്ല ബാസ് നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കൂടി കൂടാൻ വേണ്ടി നല്ലതാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ അവർ ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിതാ നമ്മുടെ വിഷ്ണു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് നടക്കാൻ തുടങ്ങിയിട്ടായാലും കുറച്ചധികം ടൈം ആയിട്ടുണ്ട്. അപ്പം എന്താ നമ്മൾ ഇനിയിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ 6 മണിക്ക് കറക്റ്റ് എത്താൻ പാകത്തിനാട്ടോ നമ്മൾ പോകുന്നത്. കൊണ്ട് നമ്മളിതാ കുറച്ച് ടൈം നേരത്തെ ഇവിടെ എത്തിയതുകൊണ്ട് നമ്മളിതാ കുറച്ച് നേരം പുറത്ത് നിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പോകുന്നത്. അതിൻ്റെ ഒപ്പം ചെണ്ടയും ചൂടാക്കുന്നുണ്ട്. വൈകുന്നേരം ആയി ഒരു 6 മണി ഏകദേശം ആവാനായി. ഇപ്പോൾ ഈ ഒരു ചെണ്ട ചൂടാക്കാൻ വേണ്ടി ഒരു തീയൊക്കെ നന്നായിട്ട് കൂട്ടിയപ്പോൾ തീ നന്നായിട്ട് ഇങ്ങനെ ആളിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ മൊത്തത്തിൽ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂടത്ത് നമ്മൾ കുറച്ചിരുന്ന് നിൽക്കുമ്പോഴത്തേന് മൊത്തത്തിൽ വേർക്കും. അങ്ങനെ ആ ഒരു ടൈം ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ച് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ ഈ ഒരു വേപ്പില ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വേപ്പില ഇങ്ങനെ കളിച്ച് വന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേപ്പില ഇല്ലാതെ പോയവരുടെ കയ്യിലില്ലാതെ വേപ്പിലെല്ലാം കൊടുത്തത്. ആ കുടങ്ങളൊക്കെ പോലും ആ ഒരു അലങ്കരിച്ച കുടങ്ങളൊക്കെ നോക്കി അത്രയും നല്ല സേഫായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ അവർ എത്ര ചാടി തുള്ളി കളിച്ചാൽ പോലും ആ ഒരു കുടങ്ങളിൽ ആ ഒരു കെട്ട കാര്യങ്ങളൊന്നും അഴിയാതെ അത്രയും നല്ല സേഫായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നമ്മളിതാ അമ്പലത്തിലേക്ക് കയറുവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞതാ വെള്ളമൊക്കെ നന്നായിട്ട് തളിച്ചതാണ് നമ്മൾ കയറാൻ പോകും.
അമ്പലത്തിലേക്ക് ഇതാ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് അമ്പലമായിരുന്നു നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ ഇവിടെ എൻ്റെ കൈയൊക്കെ വിട്ടിട്ട് നേരെ ഓടിപ്പോയിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ ചെണ്ടകൊട്ടും ബഹളമൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ചെണ്ടയെ കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ സ്റ്റെപ്പൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ്. സ്വന്തമായിട്ട് ആൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പല സ്റ്റെപ്പുകൾ ഇട്ടിട്ട് ആൾ കളിക്കില്ല. അപ്പോൾ എൻ്റെ കൈയൊക്കെ വിട്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ 2 ദിവസത്തെ പരിപാടികളാട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നെങ്കിൽ കുട്ടികളുടെ പരിപാടികളായിരുന്നു കേട്ടോ, വൈകുന്നേരം ഫുള്ള്. പിന്നെ രാവിലെ ആണെങ്കിൽ പൂജ ഇതുപോലത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ഗാനമേള ഉണ്ട് കേട്ടോ. നമ്മുടെ സന്തോഷ് അട്ടപ്പാടിയാണ് ടീമാണ്. അപ്പോൾ ഇന്നലെ ഗാനമേള എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. നമ്മുടെ ആവണിക്കൂട്ട് എൻ്റെ കൈ വിട്ടിട്ടാ കളിക്കാൻ വേണ്ടിയിട്ട് തമ്പായിനെ തൊഴാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.